നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യെഹെസ്കേൽ പ്രവചനം 9-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അനന്തരം ഞാൻ കേൾക്കെ അവൻ അത്യുച്ചത്തിൽ വിളിച്ചു, നഗരത്തിന്റെ ദർശനങ്ങളെ അടുത്ത് വരുമാറാക്കുവീൻ, ഓരോരുത്തനും നാശകരമായ ആയുധം കയ്യിലെടുക്കട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ 6 പുരുഷന്മാർ ഓരോരുത്തനും വെൺമഴു കയ്യിൽ എടുത്തുകൊണ്ട് വടക്കോട്ടുള്ള മേലത്തെ പടിവാതിലിന്റെ വഴിയായി വന്നു. അവരുടെ നടുവിൽ ക്ഷണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി ഒരുത്തനുണ്ടായിരുന്നു. അവൻ അകത്ത് ചെന്ന് താമ്ര യാഗപീഠത്തിന്റെ അരികെ നിന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം അതിരുന്നിരുന്ന കെരൂബിന്മേൽ നിന്ന് ആലയത്തിന്റെ ഉമ്മരപ്പടിക്കൽ വന്നിരുന്നു. പിന്നെ അവൻ ക്ഷണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനെ വിളിച്ചു അവനോട്, യഹോവ, നീ നഗരത്തിന്റെ നടുവിൽ യെരുശലേമിന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരടയാളമിടുക എന്ന് കൽപ്പിച്ചു. മറ്റവരോട് ഞാൻ കേൾക്കെ അവൻ, നിങ്ങൾ അവന്റെ പിന്നാലെ നഗരത്തിൽ കൂടി ചെന്ന് വിട്ടുവിൻ. നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത്, നിങ്ങൾ കരുണ കാണിക്കുകയും അരുത്. വൃദ്ധന്മാരെയും യൗവനക്കാരെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളവിൻ. എന്നാൽ അടയാളമുള്ള ഒരുത്തിനെയും തുടരുത്. എന്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവിൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ ആലയത്തിന് മുമ്പിൽ ഉണ്ടായിരുന്ന മൂപ്പന്മാരുടെ ഇടയിൽ തുടങ്ങി. അവൻ അവരോട്, നിങ്ങൾ ആലയത്തെ അശുദ്ധമാക്കി പ്രാകാരങ്ങളെ നിഹതന്മാരെ കൊണ്ട് നിറപ്പീൻ, പുറപ്പെടുവീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ പുറപ്പെട്ടു നഗരത്തിൽ സംഹാരം നടത്തി അവരെ കൊന്നുകളഞ്ഞ ശേഷം ഞാൻ മാത്രം ശേഷിച്ചു. ഞാൻ കമിഴ്ന്നു വീണ, അയ്യോ യഹോവയായ കർത്താവേ, യെരൂശലേമിന്മേൽ നിന്റെ ക്രോധം പകരുന്നതിനാൽ ഇസ്രായേലിൽ ശേഷിപ്പുള്ളവരെയൊക്കെയും സംഹരിക്കുമോ എന്ന് നിലവിളിച്ചു പറഞ്ഞു. അതിനവൻ എന്നോട്, ഇസ്രായേൽ ഗ്രഹത്തിന്റെയും യഹൂദ ഗ്രഹത്തിന്റെയും അകൃത്യം ഏറ്റവും വലുതായിരിക്കുന്നു. ദേശം രക്തപാതകം കൊണ്ടും നഗരം അന്യായം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. യഹോവ ദേശത്തെ വിട്ടുപോയിരിക്കുന്നു, യഹോവ കാണുന്നില്ല എന്നവർ പറയുന്നുവല്ലോ. ഞാനോ എന്റെ കണ്ണിന് ആദരവ് തോന്നാതെയും ഞാൻ കരുണ കാണിക്കാതെയും അവരുടെ നടപ്പിന് തക്കവണ്ണം അവരുടെ തലമേൽ പകരം കൊടുക്കും എന്ന് അരുളി ചെയ്തു. ക്ഷണവസ്ത്രം ധരിച്ചരയിൽ മഷിക്കുപ്പിയുമായുള്ള പുരുഷൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു എന്ന വസ്തുത ബോധിപ്പിച്ചു. ഇസ്രയേലിന്റെ മേലും യഹൂദയുടെ മേലും ന്യായവിധി നടത്തിയതും നടത്താൻ പോകുന്നതും ദൈവം തന്നെയാണെന്ന് ഒരു ദർശനത്തിലൂടെ യെഹെസ്കേലിനെ അറിയിക്കുന്നതാണ് 9-ാം അധ്യായം. അത് ദേവാലയത്തിൽ വെച്ചായിരുന്നു. ദൈവം 6 പുരുഷന്മാരെ ഉറക്കെ വിളിച്ചു വരുത്തുന്നതായിരുന്നു ആദ്യം കാണിച്ചത്. അവർ വെൺമഴുവുമായിട്ട് വന്നു. അപ്പോൾ ക്ഷണവസ്ത്രം ധരിച്ച് കയ്യിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി മറ്റൊരാൾ വന്നു. അവരെല്ലാം താമ്ര യാഗപീഠത്തിനരികെ നിന്നു. അപ്പോൾ ദൈവമഹത്വം അതിവിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിൽ നിന്ന് ഇറങ്ങി ആലയത്തിന്റെ ഉമ്മരപ്പടിക്കൽ വന്നു. മോശയുടെ കാലത്ത് സമാഗമന കൂടാരത്തിലേക്കും ശലോമോന്റെ കാലത്ത് ദേവാലയത്തിലേക്കും വന്ന ആ ദൈവ തേജസ് ദേവാലയം ഉപേക്ഷിക്കുകയായിരുന്നു. ഒറ്റയടിക്ക് പറന്നു പോവുകയല്ല, കാരണം മനസ്സോടെയല്ല ദൈവം വിട്ടുപോകുന്നത്. ക്ഷണവസ്ത്രം ധരിച്ചവനോട് ദൈവം കൽപ്പിച്ചു, നീ പട്ടണത്തിലെത്തി ജനത്തിന്റെ വിഗ്രഹാരാധനയെ ഓർത്ത് ദുഃഖിക്കുന്നവരുടെ നെറ്റികളിൽ അടയാളമിടുക. മഴുവുള്ളവരോട് പറഞ്ഞു, വിഗ്രഹാരാധികളെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ബാലനെന്നോ വൃദ്ധനെന്നോ നോക്കാതെ വിട്ടുക, എന്നാൽ അടയാളമുള്ളവരെ തുടരുത്. ദേവാലയത്തിൽ തന്നെ തുടങ്ങാൻ ആവശ്യപ്പെട്ടു. മുദ്രയിടാൻ യോഗ്യതയുള്ള ആരും അവിടെ ഇല്ലായിരുന്നു. എല്ലാ മൂപ്പന്മാരെയും വെട്ടിയ ശേഷം പട്ടണത്തിലും അത് തുടർന്നു. ക്ഷണവസ്ത്രം ധരിച്ച പുരുഷൻ കുറെ പേരെ കണ്ടു, അവരുടെ നെറ്റിയിൽ മുദ്രയിട്ടു. തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തു എന്ന് പറഞ്ഞു. യെഹെസ്കേൽ ദൈവത്തോട് ഇങ്ങനെ കരുണ കൂടാതെ ചെയ്തത് എന്തെന്ന് ചോദിച്ചതിന്, ഇസ്രായേലിന്റെയും യഹൂദയുടെയും പാപങ്ങൾ അതിഭയങ്കരമായിരിക്കും. ദൈവം ഓർക്കാതെയാണ് അവര്, ദൈവത്തോട് നന്ദിയില്ലാതെയാണ് അവര് പക്ഷി, ഇഴജാതി, നാൽക്കാലി, മനുഷ്യൻ എന്നിവയുടെ രൂപങ്ങളെ ആരാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവര് ന്യായവിധിക്ക് അർഹരാണ് എന്നായിരുന്നു ദൈവം പറഞ്ഞത്. റോമാലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത്
ദൈവം മനുഷ്യർക്ക് വെളിവാക്കി. അവന് നിത്യശക്തിയും ദിവത്വവും അദൃശ്യ ലക്ഷണങ്ങൾ മൂലം ഒരു ദൈവമുണ്ട് എന്ന് ദൈവം തെളിയിച്ചു. പക്ഷേ അവര് ദൈവത്തെ മനുഷ്യൻ നാൽക്കാലി, ഇഴജാതി, പക്ഷി എന്നിവയായി മാറ്റി സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. ചിലർ സൂര്യനെ, ചിലർ ചന്ദ്രനെ, ചിലർ നക്ഷത്രങ്ങളെ, ചിലർ വായുവിനെ, ചിലർ വെള്ളത്തെ, ചിലർ ഇടിയെ, മിന്നലിനെ, തീയെ, മരങ്ങളെ, മൃഗങ്ങളെ, പക്ഷികളെ, ഇഴജാതിയെ, കല്ലിനെ ഒക്കെ ആളുകൾ ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സൃഷ്ടാവായ ദൈവം, സർവവ്യാപിയായ ദൈവം ജീവിക്കുന്നു. സർവശക്തനായ ദൈവം ജീവിക്കുന്നു. അവനത്രേ മനുഷ്യനായി ഭൂമിയിൽ വന്ന് തന്റെ ദൈവത്വം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും തെളിയിച്ച കർത്താവായ യേശു. അതുകൊണ്ട് യേശുവിനെ വെറും മനുഷ്യനായി ചിന്തിക്കാതെ, ഒരു യഹൂദനായി ചിന്തിക്കാതെ, ഒരു പ്രവാചകനായി, ഒരു ഉപദേഷ്ടാവായി ചിന്തിക്കാതെ, ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി ചിന്തിക്കാതെ ദൈവമായി മനസ്സിലാക്കി ആരാധിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ നമ്മളെ ആത്മീയ ജീവിതം നയിപ്പാൻ സഹായിക്കും. മരണശേഷം തീർച്ചയായിട്ടും ദൈവരാജ്യത്തിന്റെ അവകാശം നമുക്ക് തരും. ദൈവം നമ്മെ ഈ പരിജ്ഞാനത്തിലേക്ക് നയിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.